പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ യേശുവിന്റെ വംശാവലി വിവരണമാണ്. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്നും ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ് ആകെയുള്ളത്. ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും നമ്മുടെ പൂർവികരെ കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർ ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കുവാനായിട്ടും കടപ്പെട്ടിരിക്കുന്നു. അവരുടെ നല്ല മാതൃകകൾ നമ്മൾക്ക് കണ്ടുപിടിക്കാം, കേട്ടുപിടിക്കാം. നമ്മുടെ ജീവിതത്തിൽ അവരുടെ സ്വാധീനം എത്രമാത്രം അവർ ജീവിച്ചിരുന്നുവെങ്കിൽ ഉണ്ടായിരിക്കുമായിരുന്നു. ദൈവത്തിന് നന്ദി പറയാൻ നമ്മുടെ പൂർവികരെ ഓർത്ത് നമ്മളും അവരുടെ നല്ല മാതൃകകൾ അനുകരിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനും അവരെ സ്നേഹിക്കുവാനായിട്ടും ശ്രമിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.